വിറപ്പിച്ച അല്ലെങ്കിൽ ത്രില്ലടിപ്പിച്ച റൈവലറികളിൽ ഒന്നാണ് ബാർസലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ത്രില്ലിംഗ് ആക്ഷൻ മൂവി പോലെയാണ് എൽ ക്ലാസിക്കോയെ ഫുട്ബോൾ ആരാധകർ കാണുന്നത്. അങ്ങനെ ഒരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു 2015-16 സീസണിൽ ക്യാമ്പിനുവിൽ വെച്ച് നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിനായി ലോകം സാക്ഷിയായത്. കാരണം ആ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രണ്ട് പോരാളികൾ തമ്മിലുള്ളതായിരുന്നു എന്ന്. അതെ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലയണൽ മെസ്സി. കൂടാതെ ഒരുപാട് മികച്ച താരങ്ങളടങ്ങുന്ന മത്സരം കൂടിയായിരുന്നു അന്ന് നടക്കാൻ പോകുന്നത്. അന്നായിരുന്നു, അതായത് ഈ മത്സരം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് സാക്ഷാൽ യോഹാൻ ക്രൈഫ് മരണപ്പെടുന്നതും അതിനെ തുടർന്ന് ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മെമ്മറിക്കായി ക്യാമ്പ് നൂ സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമാകുന്നതും നമുക്കിവിടെ കാണാം. ഇനി ആ മാച്ചിലെ ഇരു ടീമുകളുടെയും ലൈനപ്പിലേക്ക് നമുക്ക് നോക്കാം. ബാർസയുടെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഗോൾ കീപ്പർ ബ്രാവോ ആയിരുന്നു. ഡാനി ആൽവ്സ്, പിക്കെ, മഷറാനോ, ജോഡി ആൽബി അടങ്ങിയ ഡിഫൻസ്, റാക്കിറ്റിച്ച്, സെർജിയോ ബുസ്കറ്റ്സ് ആൻഡ് അവരുടെ ക്യാപ്റ്റൻ ഇനീസ്റ്റി അടങ്ങിയ ഒരു മിഡ്ഫീൽഡ്, മെസ്സി, സുവാരിസ്, നെയ്മർ അടങ്ങിയ ഫോർവേഡ്സ്. ഒരു മികച്ച മുന്നേറ്റ നിരയായിരുന്നു MSN എന്നാണ് ഫുട്ബോൾ ലോകം അന്ന് അവരെ വിളിച്ചിരുന്നത്. മറുഭാഗത്ത് റയലിന്റെ സ്ക്വാഡ് ആണെങ്കിൽ കെയ്ലർ നവാസ്, കറവഹാൾ, പെപ്പെ, റാമോസ്, മാർസലോ, ക്രൂസ്, കസിമിറോ, മോഡ്രിച്ച് ആൻഡ് ബെയിൽ, ബെൻസിമ, റൊണാൾഡോ അടങ്ങുന്ന ഒരു സ്ക്വാഡ്. ഇരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരമായിരുന്നു അത്. കാരണം രണ്ട് ടീമും തോറ്റുകൊടുക്കാൻ മടിയുള്ളവരായിരുന്നു. അങ്ങനെ മത്സരം നിയന്ത്രിക്കുന്നത് സ്പാനിഷ് റഫറി ഹെർണാണ്ടസ് ആണ്. ബാർസയുടെ എല്ലാ പ്രതീക്ഷകളും MSN എന്ന മുന്നേറ്റ നിരയിലാണെങ്കിൽ റയലിന്റെ പ്രതീക്ഷകളൊക്കെ BBC എന്ന ബെയിൽ, ബെൻസിമ, ക്രിസ്ത്യാനോയുടെ മേലായിരുന്നു. അതെ, ഇത് തന്നെയാണ് ഈ മത്സരത്തെ മറ്റ് മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ബാർസലോണയുടെ അന്നത്തെ മെയിൻ ടാക്ടിക്സ് ആയിരുന്നു ടിക്കി ടക്ക എന്നുള്ളത്. എന്നാൽ മറുഭാഗത്ത് കൗണ്ടർ അറ്റാക്കുകളിൽ ശക്തമാക്കുന്ന ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. ഇവിടെ നെയ്മറിന്റെ ഒരു സൂപ്പർ അസിസ്റ്റിൽ ബാർസയുടെ സുവാരസിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. ഒരു സൂപ്പർ ചാൻസ് മിസ്സാക്കുന്നു ആ 9-ാം നമ്പർ കളിക്കാരൻ. അങ്ങനെ വീണ്ടും വീണ്ടും അവർ ആക്രമിക്കുമ്പോഴും ക്യാമ്പ് നൗവിലെ ആവേശം ഉണർന്നു കൊണ്ടേയിരുന്നു. എന്നാൽ എൽ ക്ലാസിക്കോയുടെ പ്രത്യേകതയാണ് തന്റെ ബോക്സിലേക്ക് വരുന്ന അറ്റാക്കുകളെ എന്ത് വില കൊടുത്തും തടഞ്ഞു നിർത്തുമെന്നുള്ളത്. ഇവിടെ മെസ്സിയുടെ ഫ്രീ കിക്ക് നെറ്റിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ച. അതിനു പിന്നാലെ റാക്കിറ്റിച്ചിന്റെ ഒരു ഇന്റർസെപ്ഷനിലൂടെ ബാർസ മുന്നേറുന്നു. റാക്കിറ്റിച്ചിൽ നിന്നും സുവാരസിലേക്ക് വീണ്ടും റാക്കിറ്റിച്ച്. പക്ഷേ റാക്കിറ്റിച്ചിന്റെ ഷോട്ട് കെയ്ലർ നവാസിന് യാതൊരു പ്രയാസവും കൂടാതെ സേവ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്കറിയാം ഇവാൻ റാക്കിറ്റിച്ച്, ദ ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ. അതിനുശേഷം ഇടത് വിങ്ങിലൂടെ നെയ്മറിന്റെ ഒരു ഷോട്ട്, പക്ഷേ ഒരുപാട് അകലത്തിൽ, പോസ്റ്റിൽ നിന്നും ഒരുപാട് അകലത്തിൽ പന്ത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാക്കിറ്റിച്ചിന്റെ കാലുകളിൽ നിന്ന് മെസ്സിക്ക് നേരെ പന്ത് വരുന്നത്. ആ പന്ത് സ്വീകരിച്ച മെസ്സി അവിടുന്ന് ഒരു സൂപ്പർ സ്കില്ലിലാണ് ശ്രമിക്കുന്നത്. ബട്ട് അവരുടെ ക്യാപ്റ്റൻ സെർജിയോ റാമോസിന്റെ ബ്രില്യൻ ടാക്കിൾ, ദ എൽ ക്യാപിറ്റനോ സെർജിയോ റാമോസ് ഗാർഷ്യ. മറുഭാഗത്ത് പന്തുമായി വലത് വിങ്ങിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഷോട്ട്, പക്ഷേ അവിടെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാം ക്രിസ്ത്യാനോന്റെ ഷൂട്ടിംഗ് എബിലിറ്റിയെ കുറിച്ച്. നെക്കിൾ ഷോട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് എന്നതും. ആ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ടിക്കി ടക്ക എന്നത് ബാർസയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ടാക്ടിക്സ് ആണെന്ന്. ഇവിടെ റാക്കിറ്റിച്ചും മെസ്സിയും ഇനീസ്റ്റിയും ചേർന്ന് റയലിന്റെ ഡിഫൻസിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് നെയ്മറിന്റെ ഒരു ക്രോസ് ചെന്നെത്തുന്നത് ഡാനി ആൽവസിന്റെ കാലുകളിലേക്ക്. ബാർസയുടെ റൈറ്റ് ബാക്ക് ആയ ഡാനി ആൽവസിന്റെ മനോഹരമായ സ്ട്രൈക്ക്, പക്ഷേ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാതെ പോകുന്നു ബ്രസീലിയൻ പ്ലെയർ ഡാനി ആൽവ്സ്. അങ്ങനെ വലതുവശത്ത് നിന്നും കറവഹാളിന്റെ ക്രോസ് വരുന്നു. ബെൻസിമയുടെ ബാഡ് ലെഗ് ട്രൈ പോസ്റ്റിന്റെ വളരെ അകലത്തിലേക്ക് പോകുന്നു. ബെൻസിമ, ദ നമ്പർ 9 ഓഫ് റയൽ മാഡ്രിഡ്. ആ ഒരു ഇൻസിഡന്റോടുകൂടി റഫറി ഹാഫ് ടൈമിന് വിസിൽ മുഴക്കുന്നു. ഗോളുകളൊന്നും പിറക്കാതെ ഇരു ടീമുകളും ഹാഫ് ടൈമിന് പിരിയുന്നു.
എൽ ക്ലാസിക്കോയുടെ മറ്റൊരു പ്രത്യേകതയാണ് കളിയുടെ അവസാന നിമിഷം വരെയും എന്തും സംഭവിക്കാമെന്നുള്ളത്. അതാണ് നമ്മൾ സൂചിപ്പിച്ചത്, ഇറ്റ്സ് ലൈക്ക് എ ത്രില്ലിംഗ് മൂവി. അങ്ങനെ ആ ചൂടേറിയ മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുന്നു. നമുക്കറിയാം സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്കുകളെ പറ്റി. 68ഓളം ഫ്രീ കിക്ക് ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ യാതൊരു ഇമ്പാക്റ്റും നൽകാതെ പുറത്തേക്ക് പോകുന്നു. കൗണ്ടർ അറ്റാക്കുകളിൽ കുറച്ചധികം മുൻതൂക്കമുള്ള ടീമാണ് റയൽ എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇവിടെ ബെൻസിമയുടെ ഷോട്ടിനെ വാട്ട് എ ബ്യൂട്ടി ഡിഫൻസ് ഫ്രം ബാർസ. പിക്കെയും മഷറാനോയും ഡാനി ആൽവസ് ആൻഡ് ജോഡി ആൽബി അടങ്ങുന്ന ഡിഫൻസിനെ മറികടക്കാൻ റയലിന് സാധിക്കുന്നില്ല. എന്നാൽ റയലിന്റെ മുന്നേറ്റത്തെ മുനിയൊടിക്കാൻ മെസ്സി എന്ന ജീനിയസിന് അധികമൊന്നും സമയം വേണ്ടിയിരുന്നില്ല. 55-ാം മിനിറ്റിൽ മെസ്സിയുടെ ബ്യൂട്ടിഫുൾ ചിപ്പിംഗ് ഷോട്ടിനെ കെയ്ലർ നവാസ് അത്ഭുതകരമായി തടുത്തെങ്കിലും പിന്നീട് റാക്കറ്റിച്ചെടുത്ത കോർണറിൽ നിന്നും ജെറാർഡ് പിക്കിയുടെ പ്രഹരത്താൽ ബാർസ വലകുലുക്കുന്നു. അങ്ങനെ റയലിനെതിരെ മത്സരത്തിലെ ഒരു ഗോളിന്റെ ആധിപത്യം നേടുന്നു ബാർസ. ഇറ്റ്സ് ബാർസലോണ 1 ആൻഡ് റയൽ മാഡ്രിഡ് 0. അധികമൊന്നും കഴിഞ്ഞില്ല. ഇവിടെയാണ് എൽ ക്ലാസിക്കോയുടെ റൈവൽറിയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. തന്റെ ടീം ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല എന്ന മൈൻഡ് സെറ്റിൽ പിന്നീട് റയൽ കളിക്കാൻ തുടങ്ങി. 61-ാം മിനിറ്റിൽ പന്തുമായി മാർസലോ മുന്നേറുന്നു നേരെ ക്രൂസിലേക്ക്. ടോണി ക്രൂസിന്റെ ക്രോസിനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി ആ 9-ാം നമ്പറുകാരന്റെ ഒരു ബ്യൂട്ടിഫുൾ ബൈസൈക്കിൾ ഗോൾ. ഇതാ ക്യാമ്പിനോ ആകെ നിശബ്ദമായിരിക്കുന്നു. ക്യാമ്പിനോവിലെ കറുത്തിരുണ്ട ആകാശം റയലിന്റെ വെള്ളക്കുപ്പായത്തിൽ തിളങ്ങുന്നു. ഇറ്റ്സ് റയൽ മാഡ്രിഡ് 1 ബാർസലോണ 1. ആ ഒരു ഗോളോടുകൂടി ബാർസലോണ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. കാരണം മത്സരം കൂടുതൽ ത്രില്ലിംഗ് ആവുകയാണ്. അങ്ങനെയാണ് ഒടുക്കം മെസ്സിയുടെ ഒരു ലോങ് ബോൾ നെയ്മറിലേക്ക് എത്തുന്നതും നെയ്മറിന് ഗോൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നതും റയൽ മാഡ്രിഡ് കാവൽമാലാക കൃത്യമായി അവിടെ അവതരിക്കുന്നതും. ഇവിടെ റയലിന്റെ അറ്റാക്കാണ്. BBC എന്ന ബെയിൽ ബെൻസിമ ക്രിസ്ത്യാനോ സഖ്യം ബാർസലോണയെ കൂടുതൽ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ബെയിലിന്റെ ഷോട്ടിനെ യാതൊരു പിഴവും കൂടാതെ കയ്യിലൊതുക്കുന്നു ഗോൾ കീപ്പർ ബ്രാവോ. അവിടെ BBC ആണെങ്കിൽ റയലിനെ പൂട്ടാൻ മെസ്സിയും സുവാരസും നെയ്മറും അടക്കം ഒരുപാട് നല്ല അറ്റാക്കുകളാണ് നടത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെസ്സിയുടെ കാലുകളിൽ നിന്നും സുവാരസിന് നേരെ ഒരു പന്ത് വരുന്നത്. ആ പന്ത് കൺട്രോളിലാക്കിയ സുവാരിസ് തന്റെ വോളി ഷോട്ടിലൂടെ ബ്യൂട്ടിഫുൾ ട്രൈ ആയിരുന്നെങ്കിലും വലകുലുക്കാൻ അവിടെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്നാൽ റയൽ ആരാധകരെല്ലാം ഒരു നിമിഷം ഗോൾ അടിച്ചു എന്ന് ചിന്തിച്ചു പോയി. ക്രിസ്ത്യാനോയുടെ ക്രോസിനെ വളരെ ഭംഗിപൂർവം ജോഡി ആൽബയ്ക്കൊന്നും യാതൊരു ചാൻസും കൊടുക്കാതെ ബെയിൽ ഗോളാക്കിയെങ്കിലും റഫറി ഹെർണാണ്ടസ് അത് ഓഫ് സൈഡ് വിളിക്കുന്നു. മത്സരം കൂടുതൽ വാശിയേറുകയാണ്. റയൽ മാഡ്രിഡ് അവസാന മിനിറ്റുകളിൽ തന്റെ എല്ലാ കരുത്തും എടുത്തുകൊണ്ട് അറ്റാക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. മാർസലോയിൽ നിന്നും റൊണാൾഡോയിലേക്ക്. റൊണാൾഡോയുടെ അമേസിംഗ് സ്ട്രൈക്കാണ് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് എബിലിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ അക്യുറസിയും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ അൺലക്കി ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ. കളിയുടെ ആ ഒരു പ്രഷർ മനസ്സിലാക്കണമെങ്കിൽ റയലിന്റെ കോച്ചായ സിദാന്റെ റിയാക്ഷൻ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ റാമോസിന് ഇവിടെ റെഡ് കാർഡ് പുറത്തെടുക്കുന്നു. മിക്ക എൽ ക്ലാസിക്കോ മത്സരങ്ങളിലും റാമോസിന് റെഡ് കാർഡ് കിട്ടുന്നത് പോലെ തന്നെ ഈ മത്സരത്തിലും സുവാരസിനെ ടാക്കിൾ ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. റയൽ 10 പേരായി ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ ചൂടേറിയ മത്സരം ക്യാമ്പിനോവിനെ വിറപ്പിക്കുന്ന പോരാട്ടം 85-ാം മിനിറ്റിലേക്ക് കടക്കുന്നു.
10 പേരുമായി റയൽ മാഡ്രിഡിന്റെ ഒരു മുന്നേറ്റം വരുന്നു. കറവഹാളിന്റെ ബ്യൂട്ടിഫുൾ റൺ, പന്ത് ബെയിലിന്റെ കാലുകളിലേക്ക്, ബെയിലിന്റെ ക്രോസ് നേരെ വന്ന് എത്തുന്നത് റൊണാൾഡോയുടെ അടുത്തേക്ക്. ഇത്തവണ ഒരു പിഴവും വരുത്താതെ ബാർസയുടെ ഹൃദയവും ഗോൾ വലയും കുലുക്കുന്ന കാഴ്ച. ഒരു ഗോൾ പിന്നിൽ നിൽക്കുന്ന റയൽ ഇതാ 2 ഗോൾ അടിച്ച് മത്സരത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു റൊണാൾഡോ. റൊണോ ആരാണെന്ന് ബാർസയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള സെലിബ്രേഷൻ ആയിരുന്നു അത്. ഇതാണ് എൽ ക്ലാസിക്കോയുടെ പ്രത്യേകത എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സൂപ്പർ ഹീറോയുടെ കംബാക്ക് ആയിരുന്നു അത്. വാട്ട് എ മൊമെന്റ് ഫോർ റയൽ മാഡ്രിഡ്. ക്യാമ്പ് നൗ ആകെ നിശബ്ദമാകുന്നു. ഇറ്റ്സ് റയൽ മാഡ്രിഡ് 2 ബാർസലോണ 1. ഇവിടം കൊണ്ടൊന്നും ഈ എൽ ക്ലാസിക്കോ പോരാട്ടം തീരുന്നില്ല. ഈ ഒരു പ്രതികാരം മനസ്സിൽ വെച്ച് ബാർസ റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണാബ്യൂവിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇറ്റ്സ് ലൈക്ക് എ സിനിമ. ട്വിസ്റ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതികാരത്തിന്റെ കഥ. അങ്ങനെ റഫറി അവസാന വിസിൽ മുഴക്കുന്നു. 2-1 എന്ന സ്കോർ ലൈനിൽ ക്യാമ്പ് നൗവിൽ വെച്ച് ബാർസയെ തകർത്തെറിഞ്ഞിരിക്കുന്നു റയൽ മാഡ്രിഡ്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം. ദിസ് ഈസ് എ വാർ. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി ഓഫ് ഓൾ ടൈം, ബാർസലോണ വേഴ്സസ് റയൽ മാഡ്രിഡ്. Halo guys, video ini kesalahan dari video